കടുത്ത വാക്പോരായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചയ്ക്കിടയിൽ ഉണ്ടായത്. ഓവൽ ഓഫീസിൽ നടന്ന നാടകീയമായ ചർച്ചയ്ക്കിടെ സെലൻസ്കിയുമായി തർക്കത്തെ തുടർന്ന് വാർത്താ സമ്മേളനം വരെ ട്രംപ് നിർത്തിവെച്ചു. പിന്നാലെ വൈറ്റ് ഹൌസിൽ നിന്നും സെലൻസ്കി മടങ്ങുകയും ചെയ്തു. ഇത് ലോകരാജ്യങ്ങളിൽ ഉണ്ടാക്കിയ ഞെട്ടൽ ചില്ലറയൊന്നുമല്ലായിരുന്നു. ട്രംപിനെ സെലൻസ്കി പരസ്യമായി വെല്ലുവിളിച്ചു. ഈ നിമിഷത്തെ നമ്മൾ മുൻകൂട്ടി കണ്ടിരുന്നതാണ്. ബൈഡൻ ഭരണകൂടം തകർന്നു വീഴുകയും ട്രംപ് അധികാരത്തിലെത്തുകയും ചെയ്തതോടെ നമ്മൾ പ്രവചിച്ച അതേ കാര്യം തന്നെയാണ് നടന്നിരിക്കുന്നത്. സെലൻസ്കിയെ ട്രംപ് പുല്ലുപോലെ പറിച്ചെറിയുമെന്നത്. കൂടിക്കാഴ്ച തുടങ്ങിയപ്പോൾ മുതൽ പരിഹാസം കൊണ്ടിരുന്ന ട്രംപ് അത് പ്രകോപനത്തിലും വെല്ലുവിളിയിലും കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ റഷ്യൻ ആക്രമണങ്ങളിൽ തകർന്നിരുന്ന യുക്രൈന്റെ ഊർജ ഗ്രിഡ് പുനഃസ്ഥാപിക്കുന്നതിനുള്ള US ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന്റെ സഹായങ്ങളും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അവസാനിപ്പിച്ചു. അകമഴിഞ്ഞുള്ള ബൈഡന്റെ സഹായമൊന്നും ട്രംപ് നിലനിർത്തില്ല എന്ന വാക്കുകൾ ശരിവെക്കുന്ന സംഭവങ്ങളാണ് ഇരുവരുമുള്ള ചർച്ചയ്ക്ക് ശേഷം നടന്നത്. 2024 മാത്രം US ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഏജൻസി യുക്രൈന്റെ ഊർജ അടിസ്ഥാന സൗകര്യങ്ങളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് $825 മില്യൺ അനുവദിച്ചിരുന്നത് എന്നുകൂടി ഓർത്തുവെക്കണം. നേരിട്ടൊരു സംവിധാനത്തിലേക്ക് എത്തുന്നതിന് മുൻപും സെലൻസ്കിയും ട്രംപും തമ്മിൽ അത്ര രസത്തിലായിരുന്നില്ല. സെലൻസ്കിയെ ട്രംപ് തെരഞ്ഞെടുപ്പ് നടത്താത്ത സ്വേച്ഛാധിപതി എന്നടക്കം വിളിച്ചിരുന്നു. ജോ ബൈഡൻ വളർത്തിയ അമേരിക്കൻ യുക്രൈൻ സഖ്യം ഇപ്പോൾ ഏറെക്കുറെ തകർന്നു വീണു. നാറ്റോയിലെ യൂറോപ്യൻ അംഗങ്ങളും അമേരിക്കയും തമ്മിൽ ഒരു വലിയ പ്രതിസന്ധി ഉയർന്നു വരുന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ അസ്വാരസ്യങ്ങൾ മുഴുവൻ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ശക്തമായ ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ട്രംപിന്റെ തീരുമാനങ്ങളാണ് സെലൻസ്കിയെ കൂടുതലും ആശങ്കയിലാക്കുന്നത് എന്നും വ്യക്തമാണ്. പുടിൻ അനുകൂല നിലപാടുകൾ സ്വീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ട്രംപിന് യുക്രൈന് മേൽ കനത്ത സമ്മർദ്ദം ചെലുത്തേണ്ടി വരുന്നത്. ദിവസേന യുക്രൈനിന്റെ സുരക്ഷ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. ഇനി സെലൻസ്കിയുടെ മുന്നിൽ ആകെ 2 വഴികളേയുള്ളൂ. ഒന്നുകിൽ അമേരിക്ക പറയുന്നതൊക്കെ കേട്ട് സമാധാനപരമായി ഒരു ചർച്ച നടത്തുക, അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ ഒറ്റയ്ക്ക് നേരിടുക. ഏറ്റവും പുതിയതായി നടന്ന ചർച്ചയിൽ വൻ പരാജയമായതുകൊണ്ട് തന്നെ അതിന്റെ പകയായിട്ട് ട്രംപ് സൈനിക സഹായം മരവിപ്പിച്ചാൽ യുക്രൈൻ പോരാട്ടം വീണ്ടും തുടരാൻ ശ്രമിച്ചേക്കാം എന്നാണ് BBC റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അത് യുക്രൈനെ ഒറ്റയടിക്ക് നിലംപരിശാകുന്ന തീരുമാനമായിരിക്കുമെന്നതിൽ ആർക്കും സംശയമൊന്നുമില്ല. ട്രംപിന്റെ ഉറ്റതോഴൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ശത്രു സെലൻസ്കിയുമായ സ്ഥിതിക്ക് ഇനി സഹായങ്ങളെല്ലാം നിർത്തി മനഃപൂർവ്വം ആ രാജ്യത്തെ റഷ്യക്ക് നൽകാൻ അമേരിക്കയുടെ തീരുമാനം വന്നാലും നമുക്ക് സംശയിക്കേണ്ടതൊന്നുമില്ല.